വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിങ്ങിനെ വിവാദത്തിലാക്കാനുള്ള മാധ്യമശ്രമങ്ങൾക്കെതിരെ മന്ത്രി വി എൻ വാസവൻ. കമ്മീഷനിംഗ് ചടങ്ങിൽ പങ്കെടുക്കാനായി പ്രതിപക്ഷ നേതാവിന്റെ ഉൾപ്പെടെയുള്ള പേരാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് സംസ്ഥാന സർക്കാർ കൈമാറിയത്. ആർക്കൊക്കെയാണ് സംസാരിക്കാൻ അനുമതി എന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ ചടങ്ങിൽ ഉൾപ്പെടുത്തിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനെ സർക്കാർ ക്ഷണിച്ചില്ല എന്ന വാർത്തയ്ക്ക് മന്ത്രി വി എൻ വാസവൻ കൃത്യമായി തന്നെ മറുപടി നൽകി. ഇല്ല, മറുപടി ഇങ്ങോട്ട് വന്നില്ല. ഞങ്ങൾക്ക് ഇവിടെ കേന്ദ്രത്തിൻ്റെ പരിപാടി നിഷ്കർഷിച്ച് തന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് കത്ത് കൊടുത്തു. ഉറപ്പിച്ച സമയത്ത് തന്നെ എൻ്റെ ലെറ്റർപാടിൽ ഞാൻ കത്ത് കൊടുത്തിരിക്കുന്നത്. തിരിച്ചു വരുമ്പോൾ മറുപടി ഇല്ല, അറിയിച്ചില്ല. നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട്, കേന്ദ്രത്തിന് അയച്ചു കൊടുത്തു ആ പേര്. അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിൽ പങ്കെടുക്കില്ലെന്നും പദ്ധതി കൊണ്ടുവന്നവരെ സർക്കാർ വിസ്മരിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. വിഴിഞ്ഞത്ത് അവര് നമ്മളെ ക്ഷണിച്ചില്ല, അത് അവരുടെ തീരുമാനമാണ്. എനിക്കതിനകത്ത് പരിഭവവും പരാതിയൊന്നുമില്ല. പദ്ധതി പൂർത്തിയായപ്പോൾ അത് കൊണ്ടുവന്ന ആളുകളെ വിസ്മരിച്ച് അവിടെ പോയി നിന്ന് പണമെടുത്ത് അതിന്റെ ക്രെഡിറ്റ് ഈ 4ാമത്തെ വർഷം എടുക്കാമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ ചടങ്ങിൽ ഉൾപ്പെടുത്തിയതും മാധ്യമങ്ങൾ വിവാദമാക്കാൻ ശ്രമിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് മന്ത്രി വിശദീകരിച്ചു. മുഖ്യമന്ത്രിയും കുടുംബവും വിഴിഞ്ഞം സന്ദർശിച്ചതിന് മറ്റൊരു മുഖം നൽകാനുള്ള മാധ്യമങ്ങളുടെ ശ്രമവും മന്ത്രി പരാജയപ്പെടുത്തി. അത് നിങ്ങൾക്കേ ഉള്ളൂ, ഞങ്ങൾക്കില്ല. ഞങ്ങൾ അവിടെ യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ ഇല്ല, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നില്ല. അദ്ദേഹം ഈ കാര്യത്തെ സംബന്ധിച്ച് അവിടെ സന്ദർശിച്ചു, കാണാൻ വരിക സ്വാഭാവികം. ഒരു മീറ്റിംഗ് ഇവിടെ നടന്നിരുന്നില്ല. സർക്കാരിന്റെ 4ാം വാർഷികത്തിനോടനുബന്ധിച്ച് വിഴിഞ്ഞം കമ്മീഷനിംഗ് നടക്കുമ്പോൾ അതിനെ സർക്കാരിന്റെ വാർഷികത്തിന്റെ ഭാഗമാക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.